കോഴിക്കോട് കണ്ണാടിക്കൽ കൃഷ്ണൻകടവിൽ വെള്ളക്കെട്ട് രൂക്ഷം. പ്രദേശത്തെ ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മലാപ്പറമ്പ് പ്രൊവിഡൻസ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും ലഭിക്കുന്നില്ല എന്നാണ് പരാതി. വിവരങ്ങൾ നൽകാൻ അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട ആ പ്രദേശത്തുകാരെയെല്ലാം അവിടത്തേക്ക് മാറ്റി പാർപ്പിച്ച ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ അവിടെ എത്തിയിട്ടും അവരുടെ സങ്കടങ്ങൾ മാറുന്നില്ല. അവർക്ക് മതിയായ കൃത്യമായ ഭക്ഷണവും മറ്റും ലഭ്യമാക്കാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നുള്ള പരിഭവം തന്നെയാണോ അവർ പങ്കുവെക്കുന്നത്? തീർച്ചയായും KP, വലിയ ദുരിത മുഖത്ത് നിന്നാണ് ജീവനും കൈ പിടിച്ചുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയവരാണ് ഇവിടെയുള്ള പലരും. അവരാണ് ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ മലാപ്പറമ്പ് പ്രൊവിഡൻസിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയത്. ഈ ക്യാമ്പിൽ ആവശ്യത്തിന് ഭക്ഷണമോ മരുന്നോ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഒരു അഭയാർത്ഥികളെ പോലെ തങ്ങളോട് പെരുമാറുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. നമുക്ക് അവരുടെ പ്രതികരണം ചോദിക്കാം. എന്തായിരുന്നു നിങ്ങളുടെ, എപ്പോഴാണ് ക്യാമ്പിലേക്ക് എത്തിയത്? ക്യാമ്പിലേക്ക് ഞായറാഴ്ച രാത്രി. എങ്ങനെയാണ് ഇവിടെ വന്നേരെ പ്രതികരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആർക്കും ഒരു മൈൻഡ് വേണ്ട. എന്തെങ്കിലും ഞങ്ങൾ ഈ നനഞ്ഞ ഡ്രസ്സാലാവുന്ന ഒരു വണ്ടി കിട്ടിയിട്ടില്ല. രാത്രി അതിനെ കൊണ്ട് വെള്ളം കയറിയാൽ ഒരു വണ്ടിയും കിട്ടിയില്ല. ഞങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് ഇത്രയും വെള്ളത്തിൽ നിന്ന് നടന്നാൽ ഇവിടെ വന്ന്. പിന്നെ ഞങ്ങളുടെ കൂടെ ആണുങ്ങളുണ്ട്. ആ ആണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു മാറ്റി ഉടുക്കാൻ, ഇവള് ജീവനും കൊണ്ടാണല്ലോ ഓട്, എല്ലാം കെട്ടിപ്പെറുക്കി വരാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ആണുങ്ങൾ ഈ നനഞ്ഞ ഡ്രസ്സാൽ നേരം വെളുക്കുന്നത് വരെ ഇട്ട് ഡ്രസ്സാൽ ഉണങ്ങിയതാണ്. ഒരു മേത്തുനിന്ന് ഉണങ്ങിയതാണ് ഓരോ ഡ്രസ്സൊക്കെ. അത്രയും ഒരു ദയനീയാവസ്ഥ. ഞങ്ങൾ പല ക്യാമ്പുകളിൽ നിന്നിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴേക്ക് അവരൊക്കെ ഈ ആണുങ്ങൾക്കൊക്കെ ലുങ്കി, ഷർട്ട്, ഇതൊക്കെ പല സംഘടനകളും കൊണ്ട് ഭക്ഷണം അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ പിന്നീട് എങ്ങനെയാ ഭക്ഷണമാണ് ഭയങ്കര ദയനീയാവസ്ഥ. ഭക്ഷണം ഞങ്ങൾ വീടുകളിലും ഒരു സമൃദ്ധമായൊന്നും ഭക്ഷണം വേണ്ട, ഉള്ളതൊന്ന് നല്ലൊരു ഇതിൽ തന്നാൽ മതി. ഞങ്ങളൊക്കെ വലിയ ആളുകളാണ്, ഞങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ പല സൂക്കേടുകാരും ഉണ്ട്. അവർക്കുള്ള ഒരു ഒരു നല്ലൊരു ഭക്ഷണം എന്തെങ്കിലും ലഭിക്കുന്നില്ല. അതുപോലെ ലഭിക്കുന്നില്ല. നമുക്ക് ഞാൻ രാവിലെ ശനിയാഴ്ച രാവിലെ നേരത്തെ വന്നിട്ടുണ്ട്. വരുമ്പോൾ ഒരു 10-12 ആൾക്കാരേ ഉള്ളൂ. ആ സമയത്ത് വില്ലേജ് ഓഫീസറുണ്ട്, രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എൻ്റെ സിസ്റ്ററും ബ്രദറൊക്കെ വരാണ്ടായിരുന്നു. അവർ ആ രാത്രിയിൽ ആ സമയത്ത് ഞാനിവിടെ ഒരു വില്ലേജ് ഓഫീസിൽ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, ഇനി വരുന്നവർക്കൊക്കെ എങ്ങനെയാണ് ഭക്ഷണം എന്ന് വെച്ചാൽ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ നേരത്ത് വന്നിട്ടുണ്ടൊക്കെ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഭക്ഷണം കഴിക്കാൻ വരുമല്ല, ക്യാമ്പ് അവർ വെള്ളപ്പൊക്കത്തിന്, അപ്പോൾ എന്തെങ്കിലും സംവിധാനം നമുക്ക് ചെയ്യണം. പിന്നെ ഞാനതിന് പ്രതികരിച്ചപ്പോൾ പിന്നെ പുള്ളി ഇങ്ങനെ ഉരുണ്ട് പിന്നെ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നായി. കാരണം നമ്മൾ സുഖവാസത്തിന് വരുന്നതല്ല, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടുമല്ല, പക്ഷെ വരുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ആളുകൾക്ക്, കാരണം ഞങ്ങൾ ഈ ക്യാമ്പുകളിലൊക്കെ നേരത്തെ നിന്നതാണ്, പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം ആയിക്കോട്ടെ, എന്ത് സാധനം. പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞ പോലെ പുട്ടാണോ ഉപ്പുമാവാണോ എന്ന് അറിയാത്തത് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. രാത്രിയിൽ കറി കിട്ടാതെ ഇവിടെ പ്രതികരിച്ചപ്പോഴാണ് ഇന്നിപ്പോൾ രാവിലേക്ക് ഒരു ഉപ്പുമാവിൻ്റെ കൂടെ ഒരു പഴവും കൂടി തരാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. നമുക്ക് ഭക്ഷണം ഇല്ലായിട്ടല്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഒരു മനുഷ്യന് ഒരു ശരാശരി ഭക്ഷണം വേണമല്ലോ. അത് നമുക്ക് ഇവിടുന്ന് ഇല്ല. ഉള്ളത് ഒന്നാണെങ്കിൽ അത് നല്ലത് തന്നാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ മനോഭാവത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അഭയാർത്ഥികളോട് കാണിക്കുന്ന ഒന്നല്ല. നമ്മളൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നിട്ട് ചാക്കോ മാഷ സ്റ്റൈൽ ഒരു തോർത്ത് കൊടുക്കുകയാണെങ്കിലും ഒരു ഇത് കൊടുക്കുകയാണെങ്കിലും നമ്മളൊരു എപ്പോഴും ഒരു മൈൻഡ് ആണ്. നമുക്ക് നല്ലൊരു സ്മൈല് അങ്ങനെ ഒന്നുമില്ല. വളരെ എന്താ പറയാനുള്ള അറിയാല്ലേ മോളെ, ഓല് പറയുന്നുണ്ട്, എൻ്റെ മക്കളാണത്. വലിയ ബുദ്ധിമുട്ടായോ? വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് 4 ആൾ 5 6 ആളൊക്കെ വന്നാൽ ഒരു വീട്ടിലുള്ളവർക്ക് ഒരു പുല്ലായ, ഒരു ലുങ്കി, ഒരു തോർത്ത് അത്ര മാത്രം കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെന്ത് ചെയ്യും മോളെ? കൂടെ വന്നോലെന്ത് ചെയ്യൂ? പിന്നെ ഒരു തരും, മക്കളല്ലേ, മരുമക്കളല്ലേ, ഒരു തരും ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഉപയോഗിക്കുക. എനിക്ക് ഷുഗറിന്റെ മരുന്ന്, കൊളസ്ട്രോൾ, എല്ലാ സാധനവും നാളെ BP കൂടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടന്ന അതൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഡിസ്പെൻസറിയിൽ ഡോക്ടർമാർ ഇവിടെ വരുന്നുണ്ട്. അത് പരിചയമുള്ളതുകൊണ്ട്, പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓല് നോക്കുന്നുണ്ട്.
ചേച്ചിക്ക് എന്താ പറയുക? പറയല്ല, അമ്മ പറഞ്ഞുള്ളൂ. അത് തന്നെയാണ് KP. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഏകദേശം 113ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഈ കുടുംബങ്ങളിൽ പലരും ഉന്നയിക്കുന്ന പരാതി ആവശ്യത്തിന് മരുന്ന് ലഭിക്കുന്നില്ല, ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്ത ഒരു ഗുരുതര സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇവരൊക്കെ വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, അതായത് ഒരു സുപ്രഭാതത്തിൽ വെള്ളം കയറിയ സമയത്ത് ആ വീട്ടിൽ നിന്ന് കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എടുത്തുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന സമയത്ത് ഇവരുടെ കൈകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ കൃത്യമായി എത്തിക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് തികഞ്ഞ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭക്ഷണം ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഈ ക്യാമ്പിലൊക്കെ കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഭക്ഷണമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും ഈ ക്യാമ്പിൽ ഒരുക്കുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ക്യാമ്പിൽ എത്തിയവർ പറഞ്ഞിരിക്കുന്നത്. കണ്ണാടിക്കൽ, മലാപ്പറമ്പ്, പൂളക്കടവ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അവിടെ വെള്ളം കയറിയതിനെ തുടർന്നുള്ള ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നമുക്കറിയാം അതിന് എത്ര ആളുകൾ ഈ ക്യാമ്പിലുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും ഇവിടെയാണ്. ഇവിടെ പായ് വിരിച്ച് ആണ് പലരും ഇന്നലെ രാത്രിയിലൊക്കെ കിടന്നിരിക്കുന്നത്. നേരത്തെ അമ്മ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിലുള്ള ആളുകൾക്ക് ഒരു പായ് മാത്രമേ ആദ്യം കൊടുത്തിരുന്നുള്ളൂ. എങ്ങനെയാണ് തങ്ങൾ നിലത്ത് കിടക്കാണ്, പ്രത്യേകിച്ച് തണുപ്പുള്ള ഒരു സാഹചര്യമാണ്, അതൊന്നും കഴിയാത്ത, അങ്ങനെ ഇവരോട് വാശി പിടിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം പറഞ്ഞതിനെ തുടർന്നാണ് വീണ്ടും ഒരു പായൊക്കെ തരാൻ ഇവർ തയ്യാറായത് എന്നൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉടനടി അധികൃതരോട് ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. കൃത്യമായി ഇവർക്ക് ഭക്ഷണം ഉറപ്പുവരുത്തണം, കുട്ടികൾക്ക് ഭക്ഷണം ഉറപ്പുവരുത്തണം, അതിലുള്ള ഇടപെടൽ ഉണ്ടാകണം. രാഷ്ട്രീയക്കാർ ഇടപെടണം എന്ന് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. KP.